നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വേൽമാറലിൻ്റെ രണ്ടാം ഭാഗമാണ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് ഒന്നാം ഭാഗം ചെയ്തിരുന്നു. പിന്നീട് എനിക്ക് രണ്ടാം ഭാഗം ചെയ്യാനായിട്ട് ഇപ്പോഴാണ് ഒരു അവസരം കിട്ടുന്നത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേൽമാറലിൻ്റെ രണ്ടാമത്തെ സ്റ്റാൻസയുടെ അർത്ഥമാണ് നമ്മൾ നോക്കുന്നത്. വേൽമാറൽ എന്താണെന്ന് നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമുക്ക് ഏറ്റിട്ടുള്ള ആഭിചാര ദോഷങ്ങൾക്കൊക്കെ എതിരെയായിട്ടുള്ള ഒരു പ്രതിവിധി മരുന്നായിട്ട് നമ്മൾ ശ്രീ മുരുക ഭഗവാന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അരുണഗിരിനാഥൻ എഴുതിയ ഒരു വകുപ്പ് എന്ന് പറയാം. വകുപ്പ് മീൻസ് പ്രാർത്ഥനയായിട്ടാണ് ഈ വേൽമാറൽ മഹാമന്ത്രം നമ്മൾ യൂസ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അർത്ഥം കൂടി അറിഞ്ഞു ചൊല്ലുകയാണെങ്കിൽ നമുക്കിത് വളരെയധികം പ്രയോജനമുണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ ഇതിൽ പറയുന്നത് വള്ളിദേവിയെ പറ്റിയാണ്. മുരുക ഭഗവാന്റെ പ്രിയ പത്നിയായ വള്ളിദേവിയെ പറ്റിയാണ് ഈ രണ്ടാമത്തെ സ്റ്റാൻസയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റാൻസ് നമുക്ക് നോക്കാം. പരുത്ത മുളை சிறுத்த இடை வெளுத்த நகை கருத்த குதல் சிவத்த இதழ் மரச்சிறுமி விழிக்கு நிகராகும். അപ്പോൾ ഈ വരിയുടെ അർത്ഥം എന്ന് പറയുന്നത് പരുത്ത മുല എന്ന് പറയുന്നത് കഠിനമായ സ്തനങ്ങളുള്ളവളും, അതായത് ഇത് വള്ളിദേവിയെ പറ്റിയുള്ളൊരു ഉപമയാണ്, അല്ലെങ്കിൽ വള്ളിദേവിയെ സ്തുതിച്ചുകൊണ്ട് വള്ളിദേവിയുടെ ഭംഗിയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാൻസയാണ്. അപ്പോൾ കഠിനമായ സ്തനങ്ങളുള്ളവളും, അതായത് ലോകത്തെ തന്നെ മുലയൂട്ടുന്ന ലോകമാതാവ് എന്ന സങ്കല്പമാണ് ഇവിടെ വള്ളിദേവിക്ക് അരുണഗിരിനാഥർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ലോകമാതാവായ വള്ളിദേവിയുടെ കഠിനമായ സ്ഥലങ്ങളുള്ളവളും, അതായത് വള്ളിദേവി കഠിനമായ സ്ഥലങ്ങളുള്ളവളാണെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്, ലോകമാതാവായതുകൊണ്ട് തന്നെ. സിറുത്ത ഇടൈ, ഇടുങ്ങിയ അല്ലെങ്കിൽ ഒതുങ്ങിയ അരക്കെട്ടുള്ളവളും, വെളുത്ത നഗൈ, വെളുത്ത മുല്ലമുട്ടുകൾ പോലെ അഥവാ മുത്തുകൾ പോലെയുള്ള പല്ലുകളുള്ളവളും, കറുത്ത കുഴൽ, കറുത്ത തലമുടിയുള്ളവളും, സിവത്ത ഇതൾ എന്ന് വെച്ചാൽ ചുവന്ന അധരങ്ങൾ അഥവാ ചുണ്ടുകളുള്ളവളും, മറച്ചിറുമി എന്ന് വെച്ചാൽ വള്ളിദേവി കുറവ സമ്പ്രദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു എന്നാണ് പറയുന്നത്. അഥവാ അവൾ ഒരു വേടത്തിയായിട്ടായിരുന്നു ജനിച്ചത് എന്ന് പറയുന്നു. അവിടെയുള്ള ധൈര്യശാലികളായ സ്ത്രീകളെ കാണിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് മറച്ചിറുമി എന്ന് പറയുന്നത്. അതായത് കുറവ സമുദായത്തിൽ ജനിച്ച ധൈര്യശാലിയായ വേടത്തിയായ വള്ളിദേവിയുടെ മിഴിക്കു അഥവാ വിഴിക്കു എന്ന് വെച്ചാൽ മിഴിക്കു, കണ്ണിനു നികരാകും. മിഴിക്കു നികരാകും എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഈ വള്ളിദേവിയുടെ കണ്ണിന് തുല്യമായതും ആയ, അത്രയാണ് ആ വരി എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്താണ്, തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മலை വീരുത്തനുളത്തിലുரை കരുത്തൻ മയിൽ നടത്തു ഗുഹൻ പേലേ എന്ന് വീണ്ടും പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് അർത്ഥമാക്കുന്നത്? പരുത്ത മുലൈ, അതായത് കഠിനമായ സ്ഥലങ്ങളോട് കൂടിയ ലോകമാതാവായ ശ്രീ വള്ളിദേവിയുടെ കണ്ണുകൾ പോലെ, വിഴിക്കു നികരാകും, കണ്ണുകൾ പോലെയുള്ള വേലെ, പിന്നീട് ആ തിരുത്തണിയിൽ ഉദിച്ചരുളും, അതായത് തിരുത്തണിമലിൽ ഉദിച്ചരുളുന്ന ഭഗവാന്റെ കയ്യിലിരിക്കുന്ന വേലെ എന്ന് പറഞ്ഞ് വീണ്ടും വേലിനെ സ്തുതിക്കുകയാണ് ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ? ലോകമാതാവായ വള്ളിദേവിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നല്ല കട്ടിയുള്ള സ്ഥലങ്ങളുള്ളവളും, ഒതുങ്ങിയ അരക്കെട്ടുള്ളവളും, വെളുത്ത പുല്ലമുട്ട് പോലെയുള്ള പല്ലുകളുള്ളവളും, കറുത്ത തലമുടിയുള്ളവളും, ചുമന്ന തൊണ്ടിപ്പഴം പോലെയുള്ള അധരങ്ങൾ അഥവാ ചുണ്ടുകളുള്ളവളും ആയ ധൈര്യശാലിയായ വേടത്തിയായ വള്ളിദേവിയുടെ കണ്ണുകൾ പോലെ ഉള്ള ഈ വേലെ എന്നാണ് പറയുന്നത്. ശരിക്കും നമ്മൾ വേൽമാറൽ ഒരു 6 ദിവസം അല്ലെങ്കിൽ 21 ദിവസം 48 ദിവസം എന്നിങ്ങനെ ചൊല്ലുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഭഗവാൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അത് ചൊല്ലുന്നവർക്ക് അതിൻ്റെ ഗുണങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ആഭിചാര ദോഷത്തിൽ നിന്നും ശത്രുബാധയിൽ നിന്നും രക്ഷ നേടാൻ
വേൽമാറൽ ജപിക്കുന്നതോ വേൽമാറൽ നിത്യവും ശ്രവിക്കുന്നതോ, അതായത് പണ്ടുകാലത്തുള്ളവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണല്ലേ, അപ്പൊ അവർക്ക് ഇങ്ങനെ വായിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഇവരിങ്ങനെ ശ്രവിച്ചാലും മതി എന്ന് ആര് പറയുന്നുണ്ട്? ഇതിന്റെ രചയിതാവായ അരുണഗിരിനാഥൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് തമിഴാണല്ലേ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡെയിലി ഇത് കേൾക്കുക. കേൾക്കുമ്പോൾ നമ്മൾ ഇതിന്റെ അർത്ഥം കൂടി അറിഞ്ഞിട്ട് കേൾക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം പ്രയോജനമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ അർത്ഥം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.